ദീപാദാസ് മുൻഷി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. RB സനൂപ് വീണ്ടും രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സനൂപ്, ദീപാദാസ് മുൻഷി ചെന്നിത്തലയുമായി സംസാരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോന്നിട്ടുണ്ടോ? അതല്ല അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യത്തിലേക്ക് AICC എത്തുമോ? ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷിയുമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച തന്നെയായിരിക്കും നടക്കുക. കാരണം നേരത്തെ BD സതീശനുമായിട്ട് ആ ഒരു ചർച്ച ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും 15 മിനിറ്റിന്റെ സൗഹൃദ ചർച്ചകൾ മാത്രമാണ് അവിടെ ഉണ്ടായത്. പകരം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ദീപാദാസ് മുൻഷിയോട് പറയുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തിയിൽ നിന്ന് മാറിയിട്ടില്ല, ഇപ്പോഴും അതൃപ്തി തുടരുകയാണ്. കാരണം അദ്ദേഹം പറയുന്ന പോലെ സീനിയറായിട്ടുള്ള നേതാവായിരുന്നു, പക്ഷേ തന്നെ തഴഞ്ഞു, മുഖ്യമന്ത്രി സ്ഥാനം നൽകാതെ തന്നെ തഴഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അപ്പം ആ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ കിട്ടിയിട്ടില്ല. പകരം താൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നടപടി വേണം, അത് ആ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അത് ആഭ്യന്തരമന്ത്രിയായിട്ട് മാത്രമേ വരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം, തന്നോടൊപ്പം നിൽക്കുന്ന ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. സണ്ണി ജോസഫ് മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കിനെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. തന്നോടൊപ്പം നിൽക്കുന്ന MLA-മാരിൽ കുറച്ചു പേർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യം. ഈ 3 കാര്യത്തിലും കുറച്ചു നിന്ന് ഇത് 3 കാര്യവും അംഗീകരിച്ചാൽ മാത്രമേ താൻ ഈ വഴങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറയുകയാണ്. അതിൽ അദ്ദേഹം ഇപ്പോഴും കുറച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരവും. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പക്ഷേ ഈ പറയുന്ന പോലെ ഈ എല്ലാ ഡിമാൻഡുകൾക്കും അംഗീകരിക്കാൻ AICC തയ്യാറാവുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുമോ, അത് ഈ പറയുന്ന പോലെ BD സതീശന് തന്നെ കൈകാര്യം ചെയ്യണോ എന്നുള്ളൊരു ആവശ്യം അദ്ദേഹവും കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 18-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് എത്ര മന്ത്രിമാർ കാണുമെന്നുള്ള കാര്യം ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്താൽ മാത്രമേ താനൊരു അനുനയത്തിന്റെ പാതയിലേക്ക് വരൂ എന്നുള്ള കാര്യം ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. ഇനി എന്തായാലും ഈ ചർച്ചയിൽ ഏതൊക്കെ കാര്യങ്ങൾക്കായിരിക്കും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ AICC അംഗീകരിക്കുകയും അതല്ല AICC പറയുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ 18-ന് മുഴുവൻ മന്ത്രിമാർക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയൂ. നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചത് ലീഗിലായാലും മറ്റ് ഘടകകക്ഷികളിലായാലും അവർക്കൊക്കെ തന്നെ ഈ മന്ത്രിസ്ഥാനം നൽകുമ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. കാരണം ഏകദേശം ആർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്തു. ഈ പറയുന്ന പോലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വരാൻ പോകുന്നതും കോൺഗ്രസിൽ തന്നെയാണ്. അതിപ്പോ ആദ്യത്തെ ഈ തർക്കം രമേശ് ചെന്നിത്തല തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി അതിലൊരു സമവായത്തിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് AICC നേരിട്ടിറങ്ങി ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ശരി, അപ്പോൾ ഓക്കെ ഒരു കാര്യം കൂടി സനൂപ്, അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം എന്ന് സ്വാഭാവികമായിട്ടും പറയുമ്പോൾ AICC അതിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകമാകും. നമുക്കറിയാൻ കഴിഞ്ഞ 11 ദിവസം കാത്തു നിന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തീരുമാനം ഉണ്ടായത്. ഇന്നിപ്പോൾ നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞയാണ്. അതിനു മുൻപ് മന്ത്രിമാരെ തീരുമാനിക്കണം, അവരുടെ വകുപ്പുകൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ നിർണായകമായ പല കൂടിക്കാഴ്ചകളുമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഘടകകക്ഷികളുമായി നടക്കുന്ന ചർച്ചയ്ക്ക് മുൻപെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കണം എന്ന് AICC കരുതുന്നുണ്ടാകും. ദീപാദാസ് മുൻഷി അല്ലാതെ BD സതീശൻ നേരിട്ട് വന്നതല്ലാതെ രമേശ് ചെന്നിത്തലയുമായി മറ്റാരൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്? സനൂപ്, രമേശ് ചെന്നിത്തല പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 30 വർഷങ്ങൾക്ക് മുമ്പ് താൻ മന്ത്രിയായിരുന്നു. താൻ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള BD സതീശന്റെ കീഴിൽ വീണ്ടും ഒരു മന്ത്രിയായിട്ട് ഇരിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള വകുപ്പ് തന്നെ ലഭ്യമാകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള അടിപിടിയാണ് നടന്നതെങ്കിൽ ഇപ്പോൾ പകരം ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതെങ്കിലും കിട്ടിയേ കഴിയൂ എന്നുള്ള കാര്യം തന്നെയാണ്. മറ്റ് വകുപ്പുകൾ, ഈവൻ ധനകാര്യമോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പോ ഒക്കെ തന്നെ നൽകി അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അതിലൊന്നും തന്നെ വഴങ്ങണ്ട എന്നാണ്
അദ്ദേഹത്തിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നത്. രണ്ടാമത്തെ കാര്യം, തനിക്ക് മാത്രം ഈ പറയുന്ന പോലെ പദവി കിട്ടിയാൽ പോരെ, തന്നോടൊപ്പമുള്ളവർക്കും ഈ പദവികളൊക്കെ തന്നെ വേണമെന്നുള്ള ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സണ്ണി ജോസഫ് മാറുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണമെന്ന്. അത് തന്റെയോടൊപ്പം നിൽക്കുന്ന ജോസഫ് വാഴക്കനെ വേണമെന്നുള്ളൊരു രണ്ടാമത്തെ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് MLA മാരിൽ തന്നോടൊപ്പം നിൽക്കുന്ന MLA മാരെ ഈ പറയുന്ന പോലെ സനൂപ് അവിടെയുണ്ട്. സനൂപ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുമായി കൂടിയാലോചന നടത്തിയ ശേഷം പുറത്തേക്ക് എത്തിയ ശേഷം എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഒരു ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ, അതല്ല ഉറച്ചു നിൽക്കുമോ, ഉറച്ചു നിന്നാൽ എന്താകും കാര്യം എന്നുള്ളതാണ്. ഓക്കെ, സെയ്ഫിലേക്ക് ഒരിക്കൽ കൂടി